പോലീസുകാരനാണെങ്കിൽ എന്താ കാണിക്കുന്ന മര്യാദയോട് ക്ഷമിക്കണോ? എനിക്ക് ഇച്ചിരി വില കുറവാ. പിന്നെ ബുദ്ധിയുടെ കാര്യത്തിലും അമ്പേ പരാജയം. അപ്പൊ പിന്നെ ജീവിതത്തിലെ കാര്യം പറയണ്ടല്ലോ. ഓ, ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. നീ എന്താന്ന് വെച്ചാ ചെയ്തു. ഓരോരുത്തരുടെ ഒക്കെ തനിനിറമൊക്കെ പുറത്തു വരുന്നുണ്ട്. പിന്നെ ഞാൻ മണ്ടിയാണല്ലോ. ഇനി എന്നെ അങ്ങനെ ആരും മണ്ടിയാക്കാൻ നോക്കണ്ട. കൊച്ചിന്റെ കാര്യത്തിലായാലും തള്ളയുടെ കാര്യത്തിലായാലും ഞാൻ ഇനി കണ്ടേ നിൽക്കൂ. ഇല്ലെങ്കിൽ തകരുന്നത് എന്റെ ജീവിത. അങ്ങയുടെ ഒരു ഫ്രൂട്ട്സ്. ഈ വഴിക്കാ അവന്മാര് വരാൻ സാധ്യത കൂടിയ ഇനമാണ് കയ്യിലെന്ന രഹസ്യ വിവരം. തല തെറിച്ചവന്മാരാണെങ്കിൽ പ്രാന്ത് തുള്ളി വരും. കാലിനെ തിരക്കി വരുന്നവന്മാര് ശരിക്കങ്ങ് പെരുമാറിയേക്കണം. കുടിച്ച മുലപ്പാല് വരെ തുപ്പണം. ലോ, ഒരുത്തം വരുന്നുള്ളൂ. ലോ, ഒരുത്തൻ കഷ്ണിയും കാണിച്ചു പോകുന്ന താൻ കണ്ടില്ലേ? അത് നമ്മുടെ ഷൺമുഖം ബീച്ചിൽ അളിയനാ സാറേ. അളിയനെയും അച്ചമ്പിയൊക്കെ വിട്ടിട്ട് വൈകിട്ട് വീതം ചോദിച്ചു വന്നേക്കരുത്. പറഞ്ഞില്ലാന്ന് വേണ്ട. ഹെൽമറ്റ് ഇല്ലാതെയാ, പേടിയില്ലാതുള്ള പോക്ക്. അതും പോലീസുകാരുടെ മുന്നിലൂടെ. ഛേ, പറഞ്ഞ സമയം കഴിഞ്ഞല്ലോടോ. ലോ, ഇത് അവനല്ലേ? അതെ സാറേ. എന്താ സോമശേഖര, സുഖാണോ? അത് ശരി, നീ പോലീസുകാരുടെ സുഖവിവരം തിരക്കാൻ ഇറങ്ങിയാണല്ലേ? ഡോ, ഇനി ഇവനാണോടോ നമുക്ക് വിവരം കിട്ടിയവൻ? പോയി ചെക്ക് ചെയ്യടോ. ഓക്കെ സാറേ. വണ്ടിക്ക് ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടോടാ? ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അളിയനോ മച്ചമ്പിയൊക്കെ ആണെങ്കിൽ നിങ്ങളങ്ങ് കടത്തി വിടുമല്ലോ. ഓ, നീ അപ്പൊ അറിഞ്ഞു വന്ന് കയറിയതാ? അങ്ങനെയും കരുതാവേ. ഇനി ഒളിച്ചു വെക്കുന്നില്ല. തന്നോട് എനിക്ക് അല്പം സ്വകാര്യമായിട്ട് സംസാരിക്കാനുണ്ട്. ഡ്യൂട്ടിക്കിടയിലാണോടാ നിന്റെ സ്വകാര്യം പറച്ചില്? തന്നെ ഒന്ന് സ്വഭാവത്തോടെ കാണുന്നത് ഈ ഡ്യൂട്ടിക്കിടെ മാത്രമാണല്ലോ. അതൊന്നുമില്ല സാറേ. അപ്പം വമ്പൻ കോള് പ്രതീക്ഷയുള്ള നിപ്പായിരുന്നല്ലേ? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കരുതി വന്നേനല്ലോ സാറേ. പിന്നെ ഒരേ ഒരു കാര്യം പറയണം. അതിനൊരു രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഈ വിളിക്കുന്നേ. ഒന്നിങ്ങി വന്നേ. എടോ, തനിക്കും കൂടെ ഗുണമുള്ള കാര്യമാടോ. എനിക്ക് ഗുണമുള്ള കാര്യോ? എടോ, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ വന്നതെന്ന് പറയൂ. എന്റെ സോമശേഖര, കുറെ ആയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇടിയായിട്ടൊക്കെ നടന്നിട്ട്. ഒന്നിച്ചൊരു നല്ല കാര്യത്തിനല്ലേ വിളിക്കുന്നേ. വാ സോമശേഖര, ഒന്ന് വന്നാട്ടെ. ഞാനേ ആ സജീവനെ പോയി കണ്ടിരുന്നു. ഏത് സജീവൻ? ഇത്രയും പെട്ടെന്നങ്ങ് മറന്നോ? ഞാൻ എന്റെ അച്ഛനെ എടുത്ത് കൊല്ലാനായിട്ട് വലിയ കുഴിയിലേക്ക് വലിച്ചെറിയുന്നത് കണ്ട സജീവ്. വർക്ക്ഷോപ്പിലെ തന്റെ ശിഷ്യൻ. അവനെ പോയി ഞാൻ കണ്ടെന്നേ. ശരിക്കൊന്ന് പരിശോധിച്ചു. അപ്പൊ അവന്റെ ക്ലച്ചും ഗിയറും ഒക്കെ അങ്ങ് കംപ്ലൈന്റാ. ആ കംപ്ലൈന്റ് ഒക്കെ തീർത്തിട്ടാ ഈ വരവ്. നീ എന്താ കളിക്കാണോ? താൻ അവനെ വെച്ച് കളിച്ചപ്പോ ഞാൻ അവനെ വെച്ച് തനിക്കിട്ട് ഒരു പണി തരണ്ടേ സാറേ? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നട്ടല്ലില്ലാത്തവനായി പോയില്ലേ? നീ ആരെയെ ഭീഷണിപ്പെടുത്തുന്നെന്ന് അറിയാമോ? നല്ല വ്യക്തമായിട്ട് അറിയാം. പോലീസുകാരുടെ മാനം കളയാൻ നടക്കുന്ന ഒരു ഭൂലോക വേസ്റ്റ്. അടങ്ങ് സാറേ, പറഞ്ഞു തീർന്നില്ല. സജീവ് കള്ളസാക്ഷി പറയാനായിട്ട് താൻ 10,000 രൂപ കൊടുത്ത കാര്യവും പറഞ്ഞു. അത് താനായിട്ട് കൊടുത്തതല്ലെന്ന് എനിക്കറിയാം. അത് താനായിട്ട് കൊടുക്കയില്ലെന്നും എനിക്കറിയാം. ആര് കൊടുത്തെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എനിക്കൊന്നറിയണം,
തനിക്ക് എത്ര കിട്ടിയടോ? അതറിഞ്ഞിട്ട് വേണം തനിക്ക് അതിന്റെ ബാക്കി തരാൻ. പോക്കരത്തിനും പറയുന്നോളാ. താൻ ഇപ്പൊ കാണിച്ചത് റോങ്ങാ. ഞാൻ റോങ്ങും കാണിക്കും, ചിലപ്പോ നിന്റെ തലയെ കയറി എഴുതി ചെവിയും കടിക്കും. എന്ത് ചെയ്യണോ നീ? എന്ത് ചെയ്യുമെന്നോ? ഒറ്റ ഒരെണ്ണം അടുത്തു പോരുത്. നിങ്ങളുടെ സാറായിട്ട് തുടങ്ങിയതാ. അപ്പൊ പിന്നെ ഇതിനൊരു തീർപ്പുണ്ടാക്കേണ്ടത് എന്റെ കടമയാ. പോലീസുകാരനാണെങ്കിൽ എന്താ? കാണിക്കുന്ന മര്യാദയോട് ക്ഷമിക്കണോ? ഇവൻ റോങ് ആണ്. കൊടും മാരണം. നല്ല തല്ല് കിട്ടിയാലേ ഇവൻ അടങ്ങൂ. കൂട്ടത്തിൽ ഒരുത്തരം ഒറ്റക്കിട്ട് ഇടിച്ചപ്പോ നീയൊക്കെ നോക്കി നിൽക്കുന്നോ? ഇവനെ പിടിച്ച് ജീപ്പി കേട്ടോ? കേട്ടെ വിട് സാറേ. വിടാൻ. പേപ്പേഴ്സ് എല്ലാം ഓക്കെയാണ്. 1-2 ദിവസത്തിനുള്ളിൽ ഒരു എൻക്വയറി കൂടി ഉണ്ടാവും. ജസ്റ്റ് ഫോർമാലിറ്റി. ഒരു 3 ആഴ്ച അതിനുള്ളിൽ മാഡത്തിന്റെ അക്കൗണ്ടിൽ ക്യാഷ് വരും. ഇത്രയും ഈസി ആയിട്ട് കാര്യങ്ങൾ നടത്തി തന്നതിന് താങ്ക് യു. മാഡത്തിന്റെ കാര്യമായതുകൊണ്ട് നടപടിക്രമങ്ങളെല്ലാം പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഒരല്പം കൂടി താമസിക്കുമായിരുന്നു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാ. ശരി മാഡം. ഹലോ, പറ കമല. എടുത്തമ്മേ, അത് പിന്നെ എന്താ കമല, കാര്യം പറയേ. നമ്മുടെ ശിവനാശനെ സോമശേഖരൻ വീണ്ടും കള്ളക്കേസിൽ കുടുക്കിയിരിക്കുക. എന്തിനാ? കാരണങ്ങളൊക്കെ അയാൾ ഉണ്ടാക്കുന്നതാണ് ഏട്ടത്തിയമ്മേ. എന്തെങ്കിലും ഉടനെ ചെയ്യണം, ഇല്ലെങ്കിൽ അയാൾ ആശാനെ തല്ലി ചതയ്ക്കും. ശരി, ഞാൻ നോക്കട്ടെ. ആ എന്താ മാഡം? ഏയ് ഒന്നുമില്ല. ഇതിന്റെ ഫോർമാലിറ്റി എന്താന്ന് വെച്ചാ അതിന്റെ വഴി നോക്കിയാൽ മതി. ശരി മാഡം. ഓക്കെ. അപ്പോ സോമശേഖരൻ ശരിക്കും അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്. അപ്പൊ പുറത്തുനിന്നാണ് ആളെ ഇറക്കിയതല്ലേ? കസബയിൽ നിന്നാ. ഉരുട്ടിക്കൊലയ്ക്ക് പണ്ടേ കസബ പ്രസിദ്ധമാണ്. പക്ഷേ പറഞ്ഞപ്പോ സോമശേഖരൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എന്റെ ജനനം. പോലീസുകാരുടെ കൈകൊണ്ട് മരണം സംഭവിക്കില്ല എന്നുള്ള ഒരു വരം കിട്ടിയിട്ടുണ്ട് എനിക്ക്. പകരം പോലീസുകാരെ കൊല്ലുമെന്നുമുണ്ട്.